യഥാർത്ഥത്തിൽ ഇപ്പോൾ CPIMന് BJPയുമായിട്ടൊരു ഡീലുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എൻ്റെ എളിയ അഭിപ്രായത്തിൽ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വികസന വിഷയങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ച് വിടുക എന്നുള്ള ഒരു തെറ്റായ ലക്ഷ്യമുണ്ട് എന്നൊരു നിരീക്ഷണമാണ് ആദ്യം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കേരളത്തിൽ മതേതര നിലപാടെടുക്കുന്നവർക്കൊരു മേൽക്കൈ പൊതുവിലുണ്ട്. ഒരു മതേതര മനസ്സാണ് കേരളത്തിനുള്ളത്. ആ മനസ്സിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം മതനിരപേക്ഷ സമീപനം എടുക്കുന്നില്ല എന്നൊരു സംശയം ജനിപ്പിക്കുക. മറ്റൊന്ന്, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് നമ്മുടെ ജനസംഖ്യയിൽ ഒരു കാര്യമായ സാന്നിധ്യമുണ്ട്. അവർക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഒന്നാമതായി ചർച്ച ചെയ്യേണ്ടത് എന്നാണ് CPIMൻ്റെയും LDFൻ്റെയും അഭിപ്രായം. കാര്യം, നമ്മൾ വ്യക്തിപരമായി രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ പ്രത്യക്ഷ രാഷ്ട്രീയമായ നിലപാടുകളിൽ നിന്നോ മാറി നിന്നാലും രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. ഇത് പെരിക്ലീസ് വളരെ പണ്ട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ നകന്നു നിൽക്കാൻ തീരുമാനിച്ചാലും നിങ്ങളെ രാഷ്ട്രീയം അതിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ള ആശയം. അപ്പം CPIMും LDFും എങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ LDFൻ്റെ നിലപാടുകൾ പ്രവർത്തിക്കുന്നു, UDFൻ്റെ നിലപാടുകൾ എങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പ്രവർത്തിച്ചു, BJPയുടെയും NDAയുടെയും നിലപാടുകൾ എങ്ങനെ ജനജീവിതത്തിൽ പ്രവർത്തിക്കുന്നു, ഇതാണ് ഒന്നാമതായി ചർച്ച ചെയ്യേണ്ട കാര്യം. അതിൽ ജനക്ഷേമത്തിൻ്റെ വിഷയങ്ങളും നാടിൻ്റെ വികസന പ്രശ്നങ്ങളുമുണ്ട്. അതോടൊപ്പം വർഗീയത പോലുള്ള പ്രശ്നങ്ങളുണ്ട്. വർഗീയത ശക്തിപ്പെട്ടാൽ ചോരച്ചൊരിച്ചിലുണ്ടാകും. മനുഷ്യൻ്റെ ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ വർഗീയത പാടുണ്ടോ, വർഗീയതയുമായി സന്ധി ചെയ്യാമോ എന്നുള്ളതും ഒരു ജനജീവിത പ്രശ്നമാണ്. അതോടൊപ്പം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതെല്ലാം, പിന്നെ വാർത്താ വിനിമയ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, റോഡ്, പാലം തുടങ്ങിയ കാര്യങ്ങൾ, അടച്ചുറപ്പുള്ള വീട്, ഈ കാര്യങ്ങളെല്ലാം വരും. അപ്പം ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു നിലപാടെടുക്കാൻ ഈ നാട്ടുകാർ തയ്യാറാവുമെന്നുള്ള വളരെ ഉറച്ച വിശ്വാസമാണ് LDFൻ്റെ പ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇപ്പം ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ അതിലുള്ള ആക്രോശങ്ങളും തിരിച്ചുള്ള ആക്രോശങ്ങളുമെല്ലാം ആരാണ് വർഗീയവാദികളുമായിട്ട് സന്ധി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട ഈ ശബ്ദകോലാഹലത്തിനിടയിൽ മനുഷ്യജീവനെ ബാധിക്കുന്ന, സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഓരോ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് എന്തായിരുന്നു, അവർ പറഞ്ഞതെന്തായിരുന്നു, അവർ ചെയ്തതെന്തായിരുന്നു, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ പ്രതിഫലിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ CPIMന് BJPയുമായിട്ടൊരു ഡീലുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എൻ്റെ എളിയ അഭിപ്രായത്തിൽ നാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വികസന വിഷയങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിച്ച് വിടുക എന്നുള്ള ഒരു തെറ്റായ ലക്ഷ്യമുണ്ട് എന്നൊരു നിരീക്ഷണമാണ് ആദ്യം ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കേരളത്തിൽ മതേതര നിലപാടെടുക്കുന്നവർക്കൊരു മേൽക്കൈ പൊതുവിലുണ്ട്. ഒരു മതേതര മനസ്സാണ് കേരളത്തിനുള്ളത്. ആ മനസ്സിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം മതനിരപേക്ഷ സമീപനം എടുക്കുന്നില്ല എന്നൊരു സംശയം ജനിപ്പിക്കുക. മറ്റൊന്ന്, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്ക് നമ്മുടെ ജനസംഖ്യയിൽ ഒരു കാര്യമായ സാന്നിധ്യമുണ്ട്.
അവർക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഈ 3 കാരണങ്ങളാണുള്ളത്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാതാക്കുക, മതനിരപേക്ഷ മനസ്സിലൊരു സംശയം ജനിപ്പിക്കുക, മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്കിടയിൽ ഒരാശങ്ക ഉണ്ടാക്കുക. അപ്പോൾ ഈ സംബന്ധിച്ച വസ്തുതകൾ നോക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവില്ല. ഇപ്പോൾ കേരള നിയമസഭയിലേക്ക് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നിയന്ത്രിക്കുന്ന BJPക്ക് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ആ സീറ്റ് കിട്ടിയത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ അറിയാം, UDFൻ്റെ വോട്ട് മറിഞ്ഞ് കിട്ടിയത് കൊണ്ടാണ് നിയമസഭയിൽ BJPക്ക് ഒരു അംഗം ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിങ്ങൾക്കെല്ലാം ഓർമ്മയുള്ളൊരു ഭാഷയിൽ ഒരു പ്രസ്താവന നടത്തി. എന്താ അത്? നിയമസഭയിൽ BJPക്കുള്ള ഒരു അംഗമെന്നുള്ള അക്കൗണ്ട്, ആ BJP അക്കൗണ്ട് ഞങ്ങൾ ഇത്തവണ പൂട്ടിക്കും എന്ന് പിണറായി വിജയൻ പറഞ്ഞു. സഖാവ് V ശിവൻകുട്ടി ആണ് അവിടെ മത്സരിച്ച് CPMൻ്റെ പ്രതിനിധിയായി ആ അക്കൗണ്ട് പൂട്ടിച്ചത്. അതിനുശേഷം ഇപ്പോൾ ലോക്സഭയിൽ BJPക്ക് ഒരു പ്രതിനിധിയുണ്ട് കേരളത്തിൽ. ആ പ്രതിനിധി എങ്ങനെയാണ് ഉണ്ടായത്? ആ പ്രതിനിധി ഉണ്ടായത് നിയമം മോഡലാണ്. BJPയുടെ MP ഇപ്പോൾ ലോക്സഭാ അംഗം ഇപ്പോൾ വന്ന ആ മണ്ഡലത്തിൽ സിറ്റിംഗ് MP ശ്രീ TN പ്രതാപനായിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹം ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ട് തൃശ്ശൂരിൽ നിന്ന് BJP MP ജയിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ശ്രീ K മുരളീധരനാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. BJPയുടെ ജയിച്ച തൃശ്ശൂർ MP-യുടെ ഭൂരിപക്ഷം 75,000ആണ്. അപ്പം വളരെ ലളിതമായ ഗുണഘോഷ്ടം, കൂട്ടലും കുറയ്ക്കലും അറിയാവുന്നവർക്ക് പോലും ഇത് മനസ്സിലാവും. അപ്പോൾ കേരളത്തിൽ ശ്രീ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും സണ്ണി ജോസഫിനും K സുധാകരനൊന്നും കൂട്ടാനും കഴിക്കാനും അറിഞ്ഞൂടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അവർക്കറിഞ്ഞൂടെങ്കിൽ അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും പറയാൻ പുറപ്പെടുന്ന ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും കൂട്ടാനും കുറയ്ക്കാനും കഴിയണം. അപ്പോൾ ഈ 2 സീറ്റിലെങ്കിലും എന്താണ് ഉണ്ടായെന്നുള്ളത് അന്വേഷിക്കണം. പിന്നെ ഈ അടുത്ത കാലത്താണ് ശ്രീ KP ഉണ്ണികൃഷ്ണൻ മരിച്ചത്. നിങ്ങളുടെ പ്രൊഫഷനിൽപ്പെട്ട ആളാണ്, വളരെ പ്രശസ്തനായ പത്രപ്രവർത്തകനായിരുന്നു, പിന്നെ രാഷ്ട്രീയ രംഗത്തേക്ക്. അദ്ദേഹം മരിച്ചപ്പോൾ എല്ലാ പത്രങ്ങളും എഴുതിയ ഒരു കാര്യമുണ്ട്. 1991 തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ചില അസംബ്ലി മണ്ഡലങ്ങളും വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. BJPക്കും കോൺഗ്രസിനും ലീഗിനും അവിടെ പൊതു സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്. അതേസമയം അസംബ്ലി തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ മണ്ഡലത്തിൽ RSSകാരനും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവുമായ ഡോക്ടർ K മാധവൻകുട്ടിയായിരുന്നു BJPയുടെയും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥി. എന്നാൽ ഈ 2 സ്ഥലത്തും പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരവാദ കൂട്ടുകെട്ടുണ്ടായതിൽ ക്ഷുഭിതരായ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പാർലമെൻറ്റിലേക്കും വടകരയിൽ നിന്ന് ജയിപ്പിച്ചു, അസംബ്ലിയിലേക്കും ബേപ്പൂരിൽ നിന്ന് ജയിച്ചു. പിന്നെ EMSഉം AKGയും അസംബ്ലിയിലും പാർലമെൻറ്റിലും 60കളിൽ മത്സരിക്കുമ്പോൾ അന്നത്തെ ജനസംഘമാണ്. ആ ജനസംഘത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ട് കോൺഗ്രസ് EMSനെ തോൽപ്പിക്കാനും സഖാവ് AKGയെ തോൽപ്പിക്കും. അപ്പോൾ ഈ ചരിത്രമെല്ലാം ഉണ്ട്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം BJPക്ക്, കൊല്ലം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFനും ഇവർ പരസ്പര ധാരണയോടുകൂടി 2 വോട്ട് ചെയ്യുകയായിരുന്നു.